ആയിരക്കണക്കിന് വിദ്യാർത്ഥികളെ ആശങ്കയിലാക്കുന്ന ഒരു വാർത്തയിലേക്കാണ് ആദ്യം. CBSE മൂല്യനിർണ്ണയ വിവാദത്തിൽ രാജ്യമെമ്പാടും ഇപ്പോഴും പ്രതിഷേധം തുടരുകയാണ്. വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് NSUI CBSE ആസ്ഥാനത്തേക്ക് ഇന്ന് മാർച്ച് നടത്തി. വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കും വരെ പോരാട്ടം തുടരും എന്നാണ് NSU ദേശീയ അധ്യക്ഷൻ വിനോദ് ജാക്കർ 24നോട് വ്യക്തമാക്കിയത്. CBSE വെബ്സൈറ്റ് തകരാറിൽ IIT വിദഗ്ധ സംഘത്തിന്റെ നേതൃത്വത്തിൽ പരിശോധന ആരംഭിച്ചു കഴിഞ്ഞു. ഡൽഹിയിൽ നിന്ന് വിനീത വിജി തയ്യാറാക്കിയൊരു റിപ്പോർട്ടിലേക്കാണ് ആദ്യം നോക്കാം. മൂല്യനിർണ്ണയത്തിൽ ഗുരുതര വീഴ്ചയോ? വിജയശതമാനത്തിലുണ്ടായ കുറവ്, മാർക്കിംഗ് സംവിധാനത്തിലെ പിഴവുകൾ, ഉത്തരക്കടലാസുകൾ മാറിപ്പോയി എന്നതടക്കമുള്ള പരാതികൾ CBSEയുടെ വിശ്വാസ്യതയെ തന്നെ ചോദ്യം ചെയ്യുന്നതാണ്. പ്രശ്നങ്ങൾ പരിഹരിക്കാൻ തീവ്ര ശ്രമം നടക്കുന്നുവെന്നാണ് വിശദീകരണം. CBSE വെബ്സൈറ്റ് തകരാർ സംബന്ധിച്ച് ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചറിന്റെ സാങ്കേതിക അവലോകനം ആരംഭിച്ചു. IIT മദ്രാസിലെയും IIT കാൺപൂരിലെയും വിദഗ്ധ സംഘമാണ് പരിശോധന നടത്തുന്നത്. പരിശോധനയ്ക്ക് ശേഷം CBSEക്ക് രഹസ്യ റിപ്പോർട്ട് സമർപ്പിക്കും. പുനർമൂല്യനിർണ്ണയത്തിനുള്ള അപേക്ഷകൾ സ്വീകരിക്കാനുള്ള ഔദ്യോഗിക വെബ്സൈറ്റിന്റെ പ്രവർത്തനം ജൂൺ 1 മുതൽ ആരംഭിക്കുമെന്ന് CBSE വ്യക്തമാക്കി. ഈ മാസം 26 മുതൽ 29 വരെ പുനർമൂല്യനിർണ്ണയത്തിനുള്ള അപേക്ഷകൾ സ്വീകരിക്കുമെന്നാണ് ആദ്യം അറിയിച്ചിരുന്നതെങ്കിലും സാങ്കേതിക തകരാറുകളെ തുടർന്നാണ് പിന്നീട് തീയതി നീട്ടിയത്. ബോർഡിന്റെ പിഴവ് കൊണ്ടാണ് മാർക്ക് നഷ്ടമായതെന്നും അതിനാൽ ഗ്രേസ് മാർക്ക് നൽകണമെന്നുമാണ് വിദ്യാർത്ഥികളുടെ ആവശ്യം. വിദ്യാർത്ഥികൾക്ക് നീതി ലഭിക്കും വരെ പോരാട്ടം തുടരുമെന്ന് NSUI ദേശീയ അധ്യക്ഷൻ വിനോദ് ജാക്കർ 24നോട് പറഞ്ഞു. NSUI पूरे देश में आंदोलन करेगी. आज ये CBSE का रीजनल ऑफिस है, इसके बाहर NSUI कार्यकर्ताओं ने एक सांकेतिक आंदोलन किया है. अब हमारा लगातार आंदोलन जारी रहेगा. വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കുമെന്നാണ് കേന്ദ്രത്തിന്റെ വിശദീകരണം. OSM മൂല്യനിർണ്ണയ രീതി കരാർ നൽകിയ കൊയംറ്റ് സ്ഥാപനത്തിനെതിരെ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ച ആരോപണങ്ങൾ കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ തള്ളിയിരുന്നു. പിന്നാലെ പ്രധാനമന്ത്രിക്കെതിരെ വിമർശനവുമായി കോൺഗ്രസ് രംഗത്തെത്തി. ഒരു പരീക്ഷ പോലും സത്യസന്ധമായി നടത്തിയിട്ടില്ലെന്നും പ്രധാനമന്ത്രി രാജ്യത്തെ കുട്ടികളുടെ ഭാവി നശിപ്പിച്ചുവെന്നും രാഹുൽ ഗാന്ധി ആരോപിച്ചു. നിലവിലെ OSM സംവിധാനം നിർത്തലാക്കുക, സുതാര്യവും വിദ്യാർത്ഥികൾക്ക് അനുകൂലവുമായ പുനർമൂല്യനിർണ്ണയ പ്രക്രിയ നടപ്പാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് NSUI പ്രതിഷേധം നടത്തി. മൂല്യനിർണ്ണയത്തിലെ പിഴവുകൾ ചൂണ്ടിക്കാണിച്ച് സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞ പ്രതിഷേധം തെരുവുകളിലേക്ക് കൂടി വ്യാപിക്കുകയാണ്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജി ഉൾപ്പെടെ ആവശ്യപ്പെട്ടാണ് പ്രതിഷേധങ്ങൾ ശക്തമാകുന്നത്. വിനീത വിജി 24 ഡൽഹി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.